ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് ഡെർമാക്കോയുടെ 2% കോജിക് ആസിഡ് ഫേസ് സിറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വൈറ്റമിൻ സി സിറം ഉപയോഗിച്ചാൽ എന്താ എന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഈ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം നല്ല എന്താ പറയുക റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പം ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റും അങ്ങനെയൊക്കെ കണ്ടപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സിറം ഞാൻ ഓർഡർ ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെ വർക്കായില്ലേ എന്നതിനെക്കുറിച്ചാണ്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വാങ്ങിച്ചത് 50%ൻ്റെ വൈറ്റമിൻ സി സിറാണ് കേട്ടോ. ഞാൻ ഇത് AM PM ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞതുപോലെ തന്നെ മോർണിംഗിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റിലാവുന്ന സമയത്ത് സൺസ്ക്രീൻ ഇല്ലാതെ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 ദിവസം ഉപയോഗിച്ചപ്പം ആദ്യം നമ്മൾ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാനിത് മോർണിംഗിൽ ഉപയോഗിച്ചു, ഈവനിങ്ങിലും ഞാനിത് ഉപയോഗിച്ചു. 2 ദിവസം ഒക്കെ കഴിഞ്ഞപ്പം ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി പുതിയൊരു പ്രോഡക്റ്റ് അല്ലേ, ഉപയോഗിച്ച പാടൊന്നും റിസൾട്ടൊന്നും കിട്ടില്ലല്ലോ, അപ്പോൾ 2-3 ദിവസം കൂടി അങ്ങോട്ട് ഉപയോഗിക്കാം എന്ന് കരുതിയിട്ട് 2-3 ദിവസം കൂടി അങ്ങോട്ട് ഇതേപോലെ ഉപയോഗിച്ചു. അപ്പോഴും ഇതിങ്ങനെ കൂടി വന്നിട്ടോ ഡാർക്കായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ ഈവനിങ്ങിൽ മാത്രം ഉപയോഗിക്കാം. ഏതായാലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അപ്പം എന്നാൽ ഈവനിങ്ങിൽ മാത്രം ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് വൈറ്റമിൻ സി സിറം മുഖമെല്ലാം ക്ലെൻസൊക്കെ ചെയ്ത് ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം സിറം അപ്ലൈ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറൊക്കെ ഇടും, എന്നിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു ആഴ്ചയോളം ഇതിങ്ങനെ ഉപയോഗിച്ചു. എന്നിട്ടും എൻ്റെ ഫേസ് വല്ലാതെ ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് വന്നുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ നൈറ്റ് ഉപയോഗിച്ചിട്ടും ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഓർത്തു. പിന്നെ എനിക്ക് നമ്മൾ ഒരു സ്കിൻ കളറിൽ നിന്ന്, നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറിൽ നിന്ന് താഴേക്ക് വരാനല്ലല്ലോ നമ്മൾ ഒരു ക്രീമാണെങ്കിലും ഒരു സിറാണെങ്കിലും ഉപയോഗിക്കുന്നത് അല്ലേ. ഒന്നുകിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ചെയ്യാനൊക്കെയാണല്ലോ ഇങ്ങനത്തെയൊക്കെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉള്ള കളറ് ഒന്നുകൂടി കുറഞ്ഞു കിട്ടാനായിട്ട് ആരും ഇതിന് വേണ്ടി മെനക്കെടില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഫേസ് ഇങ്ങനെ ഭയങ്കര ഡാർക്കായി വരുന്ന ഇരുണ്ടതുപോലെ ഇരിക്കുന്ന ഫേസ്. അപ്പം ഈ ഈവനിങ് മാത്രം ഉപയോഗിച്ചിട്ടും ഞാൻ വിചാരിച്ചു കുറയുന്നതെന്ന് വിചാരിച്ചു, പക്ഷെ കുറഞ്ഞതേ ഇല്ല. അങ്ങനെ ഒരു 2 ആഴ്ചത്തോളം ഞാനിത് ഉപയോഗിച്ചു. അപ്പം ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അതിൽ കണ്ടു, ആദ്യം കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം കുറച്ചൊരു ഡാർക്ക്നെസ് ചില ആളുകൾക്ക് ഉണ്ടാകും, പിന്നെ അതങ്ങ് ക്ലിയർ ആയിക്കോളും എന്നൊക്കെ ഞാൻ റിവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോസിലൊക്കെ കണ്ടു. അപ്പം ഞാൻ അതാണെന്ന് കരുതിയിട്ട് ഒരാഴ്ച ഉപയോഗിച്ചു. എന്നിട്ടും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, ഈവനിങ് മാത്രം ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈവനിങ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ടും യാതൊരു മാറ്റവും ഇല്ല, ഫേസ് മുഴുവൻ ഇങ്ങനെ ഇരുണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാനിത് ഉപയോഗിച്ചില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാക്കിയ സമയത്ത് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാൻ വാങ്ങിച്ച ഈ സിറം തന്നെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ 15% ആണ് ഞാൻ വാങ്ങിച്ചത്. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് 2-5% ഒരു സിറത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതൊന്നും നോക്കാതെ, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും നോക്കാതെയാണ് നമ്മൾ ഇത് പോയി പർച്ചേസ് ചെയ്തത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നോക്കിയത്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ ഒരു 15% വൈറ്റമിൻ സി സിറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് വന്നത്. വേറെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും
ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാറുള്ളത്. ഫേസിൽ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല. എപ്പോഴും നിങ്ങൾക്കറിയാം, ഞാൻ പറയാറുണ്ട്, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബേബി ക്രീമാണ് ഫേസിൽ എത്രയോ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഡ്രൈ സ്കിന്നാണ്. പിന്നെ അതുകൊണ്ടൊക്കെ ഞാൻ ഇപ്പോഴും ബേബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു വൈറ്റമിൻ സി സിറം ഉപയോഗിച്ചാൽ എന്താണ്, നമുക്കൊരു ഒരു നല്ല കാര്യമല്ലേ, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതെനിക്ക് ഒട്ടും വർക്കായില്ല. ഞാൻ ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരാഴ്ചയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പം ഒന്ന് സ്കിൻ ബ്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ കുറച്ചൊരു നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ചയും കൂടി ഉപയോഗിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ത്രാണി എനിക്കുണ്ടായില്ല. കാരണം ഫേസ് മൊത്തത്തിൽ ഡാർക്കായി, ആകെ ഇരുണ്ടതുപോലെ. മോർണിംഗിൽ ഉപയോഗിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു സ്ഥിതി. പിന്നെ ഞാൻ ഒരു നേരമാക്കിയപ്പോഴും ഫേസ് ഫുള്ളായിട്ട് ഡാർക്കായി. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, എന്നെപ്പോലെ ഈ പല ആളുകളും ഉണ്ടാകും, ഒന്നും അധികം ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ, ഞാൻ സാധാരണ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പോയിട്ട് പെടാത്തതാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കറിയില്ല, വൈറ്റമിൻ സി സിറല്ലേ, അപ്പം വലിയൊരു പ്രശ്നം വരത്തില്ല. നമ്മൾ വളരെ ഒരു 3 ഡ്രോപ്സേ ഇടാറുള്ളൂ. എന്നിട്ട് പോലും ഇങ്ങനെ പറ്റിയപ്പം, അതുകൊണ്ടാണ് ഞാൻ വേറെ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. ഇനി ആരെങ്കിലും വാങ്ങാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും വൈറ്റമിൻ സി സിറം, അതായത് ഡ്രൈ സ്കിൻ ഉള്ളവരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, കാരണം മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഡ്രൈ സ്കിൻ ഉള്ള കാര്യം ആണ് ഞാൻ പറയുന്നത്. ഡ്രൈ സ്കിന്നുള്ള ആരെങ്കിലും ഈ ഒരു സിറം വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ 2-5% സിറം വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അതും 1-2 തവണ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ സ്കിന്ന് ഡാർക്ക് ആവുകയാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ ബോട്ടിൽ വേണം. ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പം അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ള സാധനം വേണം കേട്ടോ വാങ്ങാനായിട്ട്. ഞാൻ എന്തോ ഭാഗ്യത്തിന് ഇതൊരു 10 ml ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, 10 ml ഉണ്ടായത്. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. അതുകൊണ്ട് ഇതിപ്പോൾ കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, 2 ആഴ്ച എടുത്ത് ഉപയോഗിച്ചത്. 2 ആഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഫേസ് മൊത്തത്തിൽ അങ്ങോട്ട് ഡാർക്കായി. പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ടും എനിക്ക് യാതൊരു ഒരു എഫക്റ്റും ഇതിലുണ്ടായിട്ടില്ല. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ 2-5% ആ ഒരു റേഷ്യോയിലുള്ള സിറം വേണം ഒരു ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം പിന്നെ നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. പക്ഷേ വൈറ്റമിൻ സി സിറം കൊണ്ട് ഇങ്ങനൊരു പണി കിട്ടും എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചു. പിന്നെ 2 ആഴ്ച വരെ ഞാൻ ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് വെച്ചു. പിന്നെ അതിൽ കൂടുതൽ അങ്ങോട്ടേക്ക് കാത്തിരിക്കാനായിട്ടുള്ളൊരു ശേഷി, മനക്കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ആർക്കെങ്കിലും ഉപയോഗം ആയിക്കോട്ടെ. നിങ്ങൾ ഇതിന് വൈറ്റമിൻ സി സിറോ അല്ല എന്ത് സിറോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് വളരെ ചെറിയ ബോട്ടിൽ വാങ്ങിക്കുക. കാരണം അത് നമുക്ക് സൂട്ട് ആവുമെന്ന് അറിയില്ല. ചിലപ്പം വേറെ ആൾക്ക് ഡ്രൈ സ്കിൻ ഉള്ളത് തന്നെ വേറൊരാൾക്ക് വളരെ എഫക്റ്റ് ആയത് ചിലപ്പോൾ നമുക്ക് എഫക്റ്റ് ആവില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ചെറിയ ക്വാണ്ടിറ്റി ഉള്ള ഒരു ബോട്ടിൽ വാങ്ങിക്കുക. ആദ്യം വാങ്ങിക്കേണ്ട ഒരു 10 ml ബോട്ടിൽ വാങ്ങിക്കുക. പിന്നെ വേണ്ടത് 2-5% കോൺസെൻട്രേഷനുള്ള ആ ഒരു പ്രോഡക്റ്റ് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് ഒരു ബിഗിനർ എന്ന നിലയിൽ. അല്ലാതെ ഈ 15% ഒക്കെ വാങ്ങുമ്പോൾ മൊത്തത്തിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഫേസ് അല്ലേ. അപ്പം എനിക്ക് പറ്റിയ ഒരു എന്താ പറയുക, ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് കരുതി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വൈറ്റമിൻ സി സിറം പണി തന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ നല്ല പ്രോഡക്റ്റും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.